ടോപ്പ് നോക്കി ടോപ്പ് നോക്കി മുകളിലത്തെ പഠിക്കടാ മുകളിലത്തെ ടോപ്പ് ആ സിനിമയിൽ പറയുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ്, ആ ലവ് ജിഹാദിന്റെ ഭാഗമായി 33,000 ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശീകരിച്ച് IS-ന്റെ ക്യാമ്പിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. IS-ന്റെ ക്യാമ്പിലേക്ക് കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള 33,000 ഹിന്ദു പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി എന്ന്. കേരളത്തിലെ ആളുകൾ ഇത് വിശ്വസിക്കില്ല. പക്ഷേ കേരളത്തിന് പുറത്തുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്കിടയിൽ കേരളത്തെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് ഇതുവഴി കൊടുക്കുന്നത്. എന്തായിരുന്നു യാഥാർത്ഥ്യം? റിയൽ കേരള സ്റ്റോറി എന്താണ്? ഈ ആരോപണം സംബന്ധിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ ചോദ്യമുണ്ടായി. RSSന്റെ BJPയുടെ ഭാഗമായി നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിമാർ പാർലമെന്റിൽ കൊടുത്ത മറുപടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടേയില്ല എന്നുള്ളതാണ്. ലവ് ജിഹാദിന്റെ ഗണത്തിൽ എങ്ങനെയാ പെടുത്തുന്നത്? ഈ കേരളം വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ജീവിക്കുന്ന ഭൂമിയാണ്. ഇവിടെ വ്യത്യസ്ത മതവിഭാഗത്തിൽ വ്യത്യസ്ത ജാതി അതിനെല്ലാം ഭാഗമായി ജീവിക്കുന്ന ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കുന്നു, ജീവിക്കുന്നു. അതിനൊന്നും ഒരു തടസ്സവും ഈ കേരളത്തിലില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാ മതിയെന്ന ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ആശയം ഈ കേരളീയ സമൂഹം ശക്തമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇപ്പോഴിതാ ആ സിനിമയുടെ 2ാം ഭാഗം ഇറക്കിയിരിക്കുന്നു. കേരള സ്റ്റോറി 2-നകത്ത് പുതിയ ചില കള്ളങ്ങൾ കുത്തിനിറക്കുന്നു. അതിന്റെ ഭാഗമായി ഇറങ്ങിയ ടീസറിൽ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ വായിലേക്ക് നിർബന്ധിച്ച് ബീഫ് തിരികെ കയറ്റുന്നു. ആ പെൺകുട്ടി ഇങ്ങനെ നിലവിളിക്കുകയാണ്. കാണുമ്പോൾ ഭയങ്കര ഭീകരതയാണ്. അയ്യോ, കേരളത്തിൽ എന്താണ് നടക്കുന്നത്? കേരളത്തിലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലേ എന്നൊരു സന്ദേശം പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തത്. ഞാനിതിന്റെ നിർമ്മാതാക്കളോട്, ഇതിന് അനുകൂലിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്, കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ അനുഭവമേ ഇല്ല, അങ്ങനൊരു സംഭവമേ ഇല്ല. അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അത് വാർത്തയാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ, പത്രസ്ഥാപനങ്ങൾ, നിങ്ങളെപ്പോലെ ചാനലുകൾ എല്ലാം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. മണിക്കൂറും വാർത്ത മാത്രം പറയുന്ന, അവതരിപ്പിക്കുന്ന ചാനലുകൾ, അവിടെയൊന്നും ഒരിടത്തും ഒരു 2 സെക്കൻഡ് വാർത്ത പോലുമായിട്ട് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷനുകളുണ്ട്? അതുകൂടാതെ പരാതി പരിഹരിക്കാൻ ആവശ്യമായ വിവിധ സംവിധാനങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, യൂത്ത് കമ്മീഷൻ, മറ്റ് നിരവധി പരാതി പരിഹാര സംവിധാനങ്ങൾ. അവിടെയൊന്നും ഒരിടത്തും ഇതുപോലെയുള്ള ഒരു പരാതിയും ഒരു പെൺകുട്ടിയും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ വളരെ ബോധപൂർവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം? ഇതിന് പിന്നിൽ RSSന്റെ പദ്ധതിയാണ്. ഗുജറാത്തിലേക്കാൾ കൂടുതൽ ശാഖകൾ അവർ കേരളത്തിൽ സ്ഥാപിച്ചു. 100 വർഷമായി RSS രൂപീകരിച്ചിട്ട് ആ 100 വർഷത്തെ പാരമ്പര്യവും പറഞ്ഞ് ഗുജറാത്തിലേക്കാൾ കൂടുതൽ ശാഖകളും പണവും ഒഴുക്കിയിട്ടും കേരളത്തെ തൊടാൻ, കേരളീയ സമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗത്തെ പോലും അവർക്ക് പിന്നിൽ അണിനിരത്താൻ
അവരുടെ വർഗീയ ആശയത്തിന്റെ ഭാഗമായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്തിൽ ഉത്തരേന്ത്യയിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെയുള്ള വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോ, ഈ വർഗീയ വംശീയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോ അവർക്ക് വിജയിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ ഇത് കേരളം സഹോദരൻ അയ്യപ്പന്റെ നാടാണ്, മക്തിത്തങ്ങളുടെ നാടാണ്, ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ്. ഇത് AKGയും EMS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാളികൾ, കൃഷ്ണപിള്ളയെ പോലെയുള്ള മുസ്ലിംമാരായ പോരാളികൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് ശക്തമായ പുരോഗമന ആശയമോടെ പ്രചരിപ്പിച്ച് ആളുകളെ ഉത്ഭുതരാക്കിയിട്ട് വളർത്തിയെടുത്ത നവോത്ഥാന കേരളമാണ്, ആധുനിക കേരളമാണ് ഇവിടെയുള്ളത്. ഈ കേരളത്തിൽ നിങ്ങളിങ്ങനെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ആളുകളെ വിഭജിച്ച് അതിനടിസ്ഥാനപ്പെടുത്തി പാർട്ടി ഉണ്ടാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നേറ്റമുണ്ടാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ അനുഭവം, അവർ പരാജയപ്പെട്ടു പോയ അനുഭവം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു, അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതുകൊണ്ട് കേരളത്തോടാകെ പക, പ്രതികാരം അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം തരം വിരോധമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ആക്രമിക്കാൻ അവർ പഠിച്ച പണി 18 നോക്കുന്നു. അങ്ങനെ അത്രമാത്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും, കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചിട്ടും, ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയിട്ടും, ഗവർണർമാരെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട് ഇവിടെ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് പോലും അംഗീകാരം കൊടുക്കാതിരുന്നിട്ടും കേരളം ലോകത്തിനു മുന്നിൽ ഏറ്റവും വികസിതമായ രാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. ലോകത്തിൽ വിവിധ മതവിഭാഗങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ഇത്ര ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. വികസന മുന്നേറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ലോകത്തിന് മുന്നിൽ ഉജ്ജ്വലമായ ഒരു സ്റ്റോറിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. ഇതിന് കക്ഷി രാഷ്ട്രീയമില്ല. അവിടെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തിന്റെ ഈ വിദ്വേഷം നിറഞ്ഞ ഈ സിനിമയ്ക്കെതിരായി കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചിട്ട് അതിശക്തമായ ബഹിഷ്കരണ ആഹ്വാനവുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഇതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് ന്യായീകരിക്കാൻ വരുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് ഇതിനെയെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ കേരളീയ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. ഇതിനെയൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് DYFI കേരളത്തിലുടനീളം ഇത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായി, ഇത്തരം അപകടകരമായ വംശീയ വിഭജന വർഗീയ അജണ്ടക്കെതിരായി ശക്തമായ പ്രതിഷേധം ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി ഞങ്ങൾ നടത്തും. ഇന്നിപ്പോ ഇവിടെ പ്രതീകാത്മകമായി കുറച്ചാളുകൾ വന്നിട്ട് പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തോടുകൂടി ഇത് അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത്, ഇങ്ങനെയുള്ള വൃത്തികെട്ട സിനിമ നടക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം. വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാട്, മുന്നോട്ട് വെച്ച ശക്തമായ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് എല്ലാവർക്കും സമത്വത്തോടുകൂടി സഹോദര്യത്തോടുകൂടി ജീവിക്കാൻ സാധ്യമാവുന്ന നാട്, എല്ലാ പ്രദേശങ്ങളിലും സ്കൂളുകൾ സ്ഥാപിച്ച്, എല്ലാ പ്രദേശത്തും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അതിനകത്തെല്ലാം വലിയ മുന്നേറ്റമുണ്ടാക്കിയ നാട്. എന്തായിരുന്നു നമ്മുടെ നാടിന്റെ നേരത്തുള്ള അവസ്ഥ നമുക്കറിയാം. ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴിയാതിരുന്ന ഒരു വൃത്തികെട്ട കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം പൊരുതിയിട്ടാണ് തോൽപ്പിച്ചത്. പോരാട്ടത്തിൽ കൂടിയാണ് അതിനെ അതിജീവിച്ചത്. ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കാൻ, ഒരു ആരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥന നടത്താൻ, ഒരു സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ, പൊതുയിടങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാക്കി മാറ്റാൻ എല്ലാം അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഈ യഥാർത്ഥ കേരളത്തെ നമ്മൾ സൃഷ്ടിച്ചത്. ഈ കേരളത്തെ, ഈ ആധുനിക നവോത്ഥാന കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ആരു തന്നെ വന്നാലും ജീവൻ കൊടുത്തും പ്രതിരോധിക്കുമെന്നാണ് DYFI പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു RSSന്റെ ആൾക്ക്
കേരളത്തെ ഈ നിലയിൽ അപമാനിച്ച് അങ്ങോട്ട് പോവാമെന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. അതിശക്തമായ യുവജന പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും വരും ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളെല്ലാവരും സ്വമേധയാ ഈ RSS മുന്നോട്ട് വെക്കുന്ന ഈ വിഭജന വർഗീയ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഈ സിനിമ ബഹിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ പോരാട്ടം പരാജയപ്പെട്ടു പോകരുത്. ഇത് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെല്ലാം നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന് രംഗത്തിറങ്ങണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.